ഞാൻ പിന്നെ ഇന്റർവ്യൂ നിർത്തി പോകേണ്ടി വരും. അല്ല അന്ന് ശരിക്കും തർക്കിക്കാൻ കാരണം എന്താണ്? മന്ദവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മതവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല, എത്തിസ്റ്റുകൾക്കും ബാധകമാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെന്തുകൊണ്ടാണ് മതം പറയാൻ പേടി? ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഈ ലോകത്ത് ഞാൻ ആ വ്യക്തിയെ കാണില്ല എന്ന് വരെ തീരുമാനിച്ചു പോയി. അതുകൊണ്ട് ഞാനും ഇനി ഒരു പരിപാടി മതം പറഞ്ഞിട്ട് പോയിരുന്നേറ്റാ മതി. നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് ഏത് മതത്തിലാണ് ജനിച്ചത്? എനിക്ക് മതം ഇല്ല. എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല. ചോദ്യം കറക്റ്റ് ആയിട്ട് അത് ഷെയ്ന് മനസ്സിലാവാത്തതെന്നാണ് ഞാൻ വിചാരിച്ചത്. ക്രിസ്തു ക്രിസ്ത്യാനി അല്ലല്ലോ, അപ്പൊ അങ്ങനത്തെ ചോദ്യം തന്നെ ഉണ്ടാവാൻ പാടില്ല. അല്ലല്ല, ക്രിസ്തു ഒരിക്കലും എവിടെയും ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. അടി ഉണ്ടാവാതെ ഇത് മുന്നോട്ട് പോകില്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം അല്ലേ? ഷൈന് നല്ല കിഴക്ക് കൊള്ളാത്തോണ്ട് ആ കൊച്ചിന്റെ മുഖത്തോട്ടൊന്നും നോക്കണ്ട, അത് പാവ. അല്ല എനിക്ക് എതിർപ്പുണ്ട് കൊടുക്കാൻ പറ്റില്ല. എതിർപ്പുണ്ടെങ്കിൽ എവിടെ നിന്ന് മുതൽ ആ എതിർപ്പ് തുടങ്ങണം? കൊടുക്കേണ്ട കാര്യമില്ല. അവരെടുത്തോളില്ലേ? ഇല്ല, എടുക്കേണ്ട കാര്യമില്ല. അവരുടേതാണല്ലോ. പിന്നെ അങ്ങനത്തെ ചോദ്യം തന്നെ വരേണ്ട കാര്യമില്ല. അല്ല അത് ഷൈൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ല ഞാൻ പറയാ, അങ്ങനത്തെ ചോദ്യം എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. പാർവതി ചേച്ചിയും ഷൈൻ ടോം ചാക്കയാണ് നമുക്ക്. ഹായ് ഷൈൻ, നമ്മളൊരു ക്രിസ്മസിന് കണ്ടതാ, പിന്നെ മറന്നിട്ടില്ല. പ്രേക്ഷകർ അന്ന് നിങ്ങൾ രണ്ടും കൂടെ അടികൂടിയല്ലേ? തീരുമാനമായി എപ്പോഴും മതം ഏതാണ്? രജനീഷിന്റെ മതം അറിഞ്ഞിട്ടേ ഞാൻ ഇന്റർവ്യൂ പറയുള്ളൂ. ഷൈന ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ കേക്ക് മുറിച്ച് ഭയങ്കര രസമായിട്ടല്ലേ പിരിഞ്ഞത്. ആണല്ലേ? ഇതൊക്കെ നമ്പറാ, ഞങ്ങള് വെറുതെ വിട്ടികള്. ആശയപരമായി ചേർന്നില്ല. വ്യക്തിപരമായിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലല്ലോ. അല്ല അന്ന് ശരിക്കും തർക്കിക്കാൻ കാരണം എന്താണ്? ഞാൻ പ്രൊവോക്ക് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു, ഞാൻ തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നു. അത് സഹായിക്കാൻ വേണ്ടി ചോദിച്ചതാ. അതായത് ഇപ്പോൾ ഷെയ്ൻ സാധാരണഗതിയിൽ പറയുന്നത് ക്രിസ്തുവിനെയും ഈ സഭയെയും രണ്ടായിട്ട് കാണുന്നൊരു രീതിയാണുള്ളത്. അതങ്ങനെയാണ്, കാരണം ക്രിസ്തുവിന് ശേഷമാണ് സഭ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഷൈൻ ഈ സത്യക്രിസ്ത്യാനിയാണോ എന്നുള്ള രീതിയിൽ ഷൈനോട് ചോദിക്കുന്നു. അപ്പൊ ഷൈൻ സത്യക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ് സത്യക്രിസ്ത്യാനി. അപ്പൊ ഫോളോ ചെയ്യുന്ന ആളല്ല ഷെയ്ൻ. അപ്പൊ ഷൈനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പൊ സത്യക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഷൈൻ ഉത്തരം പറയാലോ. അങ്ങനെയല്ല, പക്ഷെ ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയായിരുന്നു. ക്രിസ്തുവിനെ ഇഷ്ടമാണോ അതായിരുന്നില്ല ചോദ്യം. ചോദ്യം കറക്റ്റ് ആയിട്ട് അത് ഷെയ്ന് മനസ്സിലാവാത്തതാണ്. സത്യക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചത്. സത്യക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോയിട്ട് ഈ സത്യക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ക്രിസ്ത്യാനി അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ചോദ്യം തന്നെ ഉണ്ടാവാൻ പാടില്ല. അല്ലല്ല, ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് ആ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നത് ഒരു വ്യക്തി എന്നുള്ള ഇഷ്ടമാണ് അല്ലേ? ക്രിസ്തു ഒരിക്കലും എവിടെയും ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ക്രിസ്തു പിതാവിനെ നേരിട്ട് വിളിക്കാനാ പറഞ്ഞത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള പ്രാർത്ഥന ക്രിസ്തു പഠിപ്പിച്ചു എന്നല്ല പറയണത്. നിന്റെ ദൈവമായ കർത്താവിനെ പിതാവേ എന്ന് വിളിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ആരും വേണ്ട, മൂന്നാമതൊരു വ്യക്തി. അങ്ങനെ പറയുന്ന ഒരാള് എന്തായാലും ഒരു റിലീജിയൻ ഉണ്ടാക്കാൻ പറയില്ലല്ലോ. ഇല്ല, ക്രിസ്തുവിന് ശേഷമാണല്ലോ ഈ റിലീജിയൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ എന്തായിരുന്നു നിലനിന്നത്, അത് തന്നെയല്ലേ ആ റിലീജിയനായിട്ട് മാറിയിട്ടുള്ളത്. അത് ക്രിസ്തു അല്ലല്ലോ, ആ സിസ്റ്റം അല്ലേ. ഏത് സിസ്റ്റമാണ് അപ്പൊ ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത്? ആ സിസ്റ്റം തന്നെയല്ലേ അതിനുശേഷം ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ കൂട്ടി വായിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? പക്ഷെ ഇതേ സംബന്ധിച്ച് ഷൈനെ അനുകൂലിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം ആൻസർ പറയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം തന്നു. പക്ഷെ ആ ചോദ്യം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ എന്റെ അടുത്തേക്ക് ക്രിസ്ത്യാനിയാണോ? അവിടെ സത്യമായിട്ടും ക്രിസ്ത്യാനി ഇല്ലല്ലോ. യേശു ക്രിസ്ത്യാനിയല്ലേ, യേശുവിന്റെ അച്ഛൻ ക്രിസ്ത്യാനിയല്ലേ, യേശുവിന്റെ അമ്മ ക്രിസ്ത്യാനിയല്ലേ, ശിഷ്യന്മാര് 12 പേരും ക്രിസ്ത്യാനികളല്ല. മനസ്സിലായോ? സത്യമായിട്ട് മനസ്സിലായി. ഇപ്പൊ തർക്കമൊന്നും ഇല്ലല്ലോ. നമ്മളെ ഒരു ആശയപരമായിട്ടുള്ള തർക്കം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങളും അതിപ്പോഴില്ല. നോക്കി ആ മുഖത്ത് അല്ലേ? നല്ല കുട്ടിയാണ്. നമുക്ക് ലിറ്റിൽ ഹേർട്സിലേക്ക് തിരിച്ചു വന്നാൽ ഞാനൊരു പ്രശ്നക്കാരനാണോ? പ്രശ്നം പക്ഷെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ചില ഷൈൻ നെർവസായി, കാരണം തനിയോട് എഴുന്നേറ്റ് നിന്നത് കാരണം നെർവസായി. ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ട് ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരാളാണ്. അത് എനിക്ക് ബോധ്യമാണ്. ചില സമയത്ത് ചുമ്മാതെ വഴക്കിടും, വെറുതെ ബഹളം ഉണ്ടാക്കും. ചില സമയത്ത് ബേസിക്കലി ആക്ടർ ആയതിന്റെ ഭയങ്കര ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ വെച്ചിട്ടും ആളുകളെ സ്നേഹത്തോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ദേഷ്യം പ്രകടിപ്പിക്കാം.
നമുക്ക് ഫ്ലെക്സിബിൾ ആയി. ഫ്ലെക്സിബിൾ അല്ല ഇത് അത് ഭയങ്കര ചേച്ചി പറഞ്ഞതുപോലെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് അല്ല, നമുക്കത് ആരുടെ മുന്നിലും ഭയങ്കര ഫ്ലെക്സിബിൾ ആ. ഇപ്പൊ ദേഷ്യപ്പെടാനാണെങ്കിലും സന്തോഷം പങ്കിടാനാണെങ്കിലും. അല്ല ചേച്ചി പറയുന്നത് ഭയങ്കര ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നതാണോ? അങ്ങനെ ആയി പോകുന്നു. നമുക്ക് എന്ത് ഇമോഷനും ആരുടെ മുന്നിലും എങ്ങനെയും പ്രകടിപ്പിക്കാം. ട്രാൻസ്പെറന്റ് അതിപ്പോ ട്രാഫിക് സിഗ്നലിന്റെ മുന്നിലാണെങ്കിലും റൂമിന്റെ ഉള്ളിലാണെങ്കിലും ഏത് ഇമോഷനും നമുക്ക് ഈസി ആയിട്ട് വരും. അപ്പൊ ദേഷ്യം അങ്ങനെ വരും, സ്നേഹം അങ്ങനെ വരും. പക്ഷെ നല്ല ഒച്ചത്തിൽ ഒച്ച എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്കേർഡ് ആയി പോകില്ല മറ്റേ ആള് സ്കേർഡായി പോകും. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അങ്ങനെ തന്നെ സ്നേഹവും പ്രകടിപ്പിക്കണത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് അല്ല, ഭയങ്കര നിർഭയത്വം ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളെ വാല്യൂ ചെയ്യോ അത്ര എന്ന് വെച്ചാൽ ആക്ടേഴ്സിനെ, ഞാൻ നല്ല ആക്ടേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുള്ളവരുടെ ഒരു ബിഹേവിയർ ട്രെയിറ്റ് ചെയ്യാൻ പറയുവാണ്. അപ്പോൾ ലളിത ചേച്ചി, തിലകൻ ചേട്ടൻ, അവരൊന്നും തന്നെ അവരെ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർ ആ സമയത്ത് അവർ പെട്ടെന്ന് ട്രിഗേർഡ് ആവും. കാരണം അവർ രണ്ട് കാര്യങ്ങൾ വെക്കുന്നില്ല. സാധാരണ ഇപ്പം എന്നെ പോലെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഞാൻ പ്രകടിപ്പിച്ചത് തന്നെയാണോ അകത്തുനിന്ന് അറിയാൻ ഒക്കില്ല. എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഞാൻ വീട്ടിൽ ചെന്ന് കരയുമ്പോഴേ അറിയാൻ പറ്റില്ല എനിക്ക് ദേഷ്യമാണോ വന്ന് എന്ന് വെച്ചാൽ കുറച്ച് കള്ളത്തരമുള്ളവരാണ് മനുഷ്യർ. നമ്മളെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. പക്ഷെ നല്ല ആക്ടേഴ്സ്, അത് ഇവരുടെയൊക്കെ ഗണത്തിലുള്ളവർ, അവരങ്ങനെ ഒളിച്ചു വെക്കുന്നില്ല. അവർക്ക് തോന്നുന്നത് അവരപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്നു. ഉർവശി, ഷൈൻ, അല്ലെങ്കിൽ KPS ലളിത ചേച്ചിയുടെ സ്വഭാവം അങ്ങനെ, ചേച്ചി അങ്ങനെയായിരുന്നു. തിലകൻ ചേട്ടൻ, ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയാം, അതൊരു മാസ്റ്റേഴ്സാണ്. മമ്മൂക്കും പെട്ടെന്ന് മനസ്സിലുള്ള കാര്യം അപ്പൊ തന്നെ പറയും. അത് നല്ലതാണോ ചീത്തയാണോ അറിയില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അപ്പൊ തന്നെ പറയും. അവരെന്നെ എന്ത് വിചാരിക്കുന്നൊന്നുമില്ല. ആ സമയത്ത് തന്നെ നമ്മളോട് തർക്കിക്കുകയും ചെയ്യും. അതെന്താ അങ്ങനെ പറഞ്ഞ്, എന്തിനെങ്ങനെ വെച്ച് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും വിട്ടു നോക്കരുത് പറയുമ്പോൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടാണോ പറയുന്നത്, ആരാ പറഞ്ഞത്, അങ്ങനെ ആര് പറഞ്ഞു, അറിയുന്ന കാര്യം പറയൂ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നെർവസ് ആയിട്ട് വല്ലതൊക്കെ പറഞ്ഞിരിക്കും. ചിലപ്പോൾ നമ്മൾ പക്ഷെ മമ്മൂക്ക് ഈ കാലഘട്ടത്തിൽ പ്രൊമോഷൻ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടാണ് എല്ലാവരും. നമുക്ക് അടിപൊളിയാണ്. അതല്ല പറഞ്ഞത്, പണ്ടത്തേക്കാൾ ഭയങ്കര അതല്ല ഞാൻ പറഞ്ഞു. നമുക്ക് ഭയങ്കര നല്ലതാണ്, അതല്ല ഞാൻ പറഞ്ഞു. നമുക്ക് നമ്മളൊരു സംസാരിക്കുമ്പോൾ ഒരു കാര്യം കേട്ടാൽ അതിനെ ആ സമയത്ത് അവർക്ക് എന്ത് തോന്നുന്നു പറഞ്ഞ് വിട്ടുകളില്ല, അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും. അവരുടെ ഇമേജ് ആ സമയത്ത് ഇല്ലാതെ ഞാൻ പറഞ്ഞു. ആ ട്രാൻസ്പെറൻസി ഉള്ളിലുള്ളവരാണ് ആക്ടേഴ്സ് ഞാൻ പറഞ്ഞു. കാരണം നമ്മള് ഒരു ദിവസം തന്നെ പല ഇമോഷനും പെട്ടെന്ന് ചെയ്യുന്നത് കാരണം നമ്മൾ ഭയങ്കര ഈസിയായി. നമുക്കത് വേറൊരാൾ കാണുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ചിന്തയില്ല. മറ്റൊരാൾ കാണാൻ വേണ്ടി കൂടിയാണ് നമ്മൾ പെർഫോം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതും സങ്കടപ്പെടുന്നതും സന്തോഷപ്പെടുന്നതും. അത് ദിവസത്തില് ഒരു പ്രാവശ്യം ഇല്ല ചെയ്യണത്. ഇപ്പൊ ടേക്ക് 14 പ്രാവശ്യം ചെയ്യായിരിക്കും, മനസ്സിലായ? അപ്പൊ നമ്മൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആവുകയാണ് അതിൽ. പക്ഷെ അവിടെയൊക്കെ ഒരു ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ആ ഫ്രെയിമിനുള്ളിൽ നിൽക്കുന്നുണ്ട്. അതായത് നമുക്ക് ഫ്രെയിമിനുള്ളിൽ നിൽക്കാൻ അറിയാം. ഇപ്പൊ സെറ്റിൽ ആയിട്ടാണ് ലിറ്റിൽ ഹേർട്സിൽ അഭിനയിച്ചത്. അതിൽ വേണ്ടത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഞാൻ അങ്ങനെയല്ല, കട്ടായി കഴിഞ്ഞു. അതൊക്കെ പക്ഷെ അത് വ്യക്തി ജീവിതത്തിലും ഇത്തരത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്ന വ്യക്തി ജീവിതം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതിനകത്തുള്ള ജീവിതം മാത്രമേ ഉള്ളൂ. അത് രണ്ടുപേര് ചേരുമ്പോൾ ഒരു ഫ്രെയിം ഇല്ലേ, ജനാധിപത്യത്തിന്റെ ഒരു ഫ്രെയിം വെച്ചിട്ടില്ലേ നമുക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് കറ നല്ലതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ പ്രൊഫഷൻ പരമായിട്ട് നല്ലതാണ്. അതാണ് എന്റെ വ്യക്തി ജീവിതം. പക്ഷെ ആ വ്യക്തി പ്രശ്നം മറ്റേ വ്യക്തിയാണ് അനുഭവിക്കുന്നത്. അത് കാരണം അതെ അതെ അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചോദിക്കുന്നത്. അപ്പൊ പക്ഷേ ചോദിക്കേണ്ടി വരുന്നത് അത് ജനാധിപത്യത്തിൽ ഞാൻ അവർക്ക് തുല്യമായ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് മറ്റേ ഫാമിലി മോഡേൺ ഫാമിലിയാണ് നോക്കി ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ്. മോഡേൺ അല്ല, ഏറ്റവും പുരാതന ഫാമിലി അങ്ങനത്തെ സ്വാതന്ത്ര്യം കൊടുക്കാറുള്ളൂ. മോഡേൺ ഫാമിലി ഒരു സ്വാതന്ത്ര്യം കൊടുക്കാറില്ല. ഇത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ഈ സ്റ്റേറ്റ്മെന്റ്. പൊളിറ്റിക്കലി കറക്റ്റ് ആയത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുഖത്തേക്ക് നോക്കുന്നത്. എനിക്ക് അല്ലെങ്കിൽ അവളെ നോക്കാതെ ഇവിടെ നിന്ന് കുജാന്ന് കണ്ടു പോവാം. അപ്പൊ ഇത് തുല്യമായി സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടാണ്. കൊടുക്കണോ സ്വാതന്ത്ര്യം? കൊടുക്കുന്നത് കൊണ്ട്, ഞാൻ കൊടുക്കുന്നത് കൊണ്ടെന്ന് പറയുന്നു. അത് അവർക്ക് തന്നെ അവരെന്നെ ചോദിക്കാറുണ്ട്, നിങ്ങളാണോ എനിക്ക് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും ചേച്ചി. അങ്ങനെ പറയാൻ വേണമെങ്കിൽ, കാരണം ആണുങ്ങൾ കൊടുത്ത പോലെയാണല്ലോ ആണുങ്ങളൊക്കെ പറയണത് അല്ലേ? അല്ല, എനിക്ക് എതിർപ്പുണ്ട്. കൊടുക്കാൻ പറ്റില്ല. എതിർപ്പുണ്ടെങ്കിൽ എവിടെ നിന്ന് മുതൽ ആ എതിർപ്പ് തുടങ്ങണം? കൊടുക്കേണ്ട കാര്യമില്ല.
കൊടുക്കേണ്ട കാര്യമില്ല. കൊടുക്കേണ്ട കാര്യമില്ല, അവരെടുത്തോളില്ലേ. ഇല്ല, എടുക്കേണ്ട കാര്യമില്ല. അവരുടേതാണല്ലോ. അവരുടേതാണല്ലോ, പിന്നെ അങ്ങനത്തെ ചോദ്യം തന്നെ വരേണ്ട കാര്യമില്ല. അല്ല, അത് ഷൈൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ല, ഞാൻ പറയാ അങ്ങനത്തെ ചോദ്യം എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് ചോദിച്ചതാ. സ്വാതന്ത്ര്യം കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണോ? ഇവര് ഭയങ്കര പ്രണയത്തിലാ. നമുക്കത് കാണുമ്പോ ഉണ്ടല്ലോ രണ്ടുപേരെയും നമുക്ക് വലിയ സ്നേഹം. എനിക്ക് തനുവിനെ വലിയ ഇഷ്ടമാണ്, ഷൈനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ എന്ന് വെച്ചാല് ഷൈന് കുറച്ച് കുസൃതി ഉണ്ട്, കുറച്ച് കുസൃതി ഉണ്ട്. എനിക്ക് കുസൃതി കാണിക്കാൻ അവകാശമുണ്ട്. അല്ല, ഞാൻ നമ്മളുടെ ഒബ്സർവേഷൻ പറഞ്ഞാണ്. തനു നല്ല മറ്റേയാളെ ബാധിക്കരുതെന്നേ ഉള്ളൂ. അപ്പൊ അത് പിന്നെ എന്താ പറയാ, നല്ല സ്നേഹം കാണുമ്പോ നമുക്ക് വലിയ സന്തോഷം. ലിറ്റിൽ ഹാർട്സ് മുഴുവൻ ഒരു ഭയങ്കര പ്രണയത്തിലായിരുന്നു രണ്ടുപേരും. അപ്പൊ വഴക്കുണ്ടായ സീനിലാണ് രഞ്ജി പണിക്കരേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീക്വൻസ് ഷൈൻ തന്നെ പറഞ്ഞു ഷൂട്ട് ചെയ്ത്. യഥാർത്ഥത്തിൽ പറഞ്ഞു. അപ്പൊ അവളായിട്ട് തെറ്റിരിക്കുന്ന സമയത്താണ്, അതുകൊണ്ട് എനിക്ക് സങ്കടം വരും ഇടയ്ക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ കരഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ആണുങ്ങൾക്ക് കരയാനുള്ള അവകാശം ഇല്ലല്ലോ. അല്ല, അത് ശരിക്കും കരഞ്ഞതാണ്. ശരിക്കും കരച്ചിൽ വരും നമുക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി ആവുമ്പോ അതിനെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചു. ആക്ട് അങ്ങനെയാണല്ലോ ചെയ്യണത്. ഇപ്പൊ ആക്ച്വലി എങ്ങനെ പോകുന്നു റിലേഷൻ? ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നതെങ്കിലും ഞങ്ങൾ അകന്നിരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അകന്നിരിക്കുമ്പോ അടുക്കണമെന്ന് തോന്നും. അടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ തല്ലുകൂടിയിട്ടേ ഇല്ല, തല്ലുകൂടാതെ ഇരുന്നിട്ടേ ഇല്ല. അങ്ങനെയാണോ പറയണ്ടത്? ചേച്ചിക്ക് അറിയാലോ, ചേച്ചി പലപ്പോഴും ഇടയ്ക്ക് വീണിട്ടുണ്ട്. ചേച്ചിക്കും തല്ല് കിട്ടി. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ല് കൂടുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യമായിരിക്കും. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഈ ലോകത്ത് ഞാൻ ആ വ്യക്തിയെ കാണില്ല എന്ന് വരെ തീരുമാനിച്ചു പോയേ 2 ദിവസം കഴിഞ്ഞാൽ മനപ്രയാസം എന്ന് പറഞ്ഞാൽ ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. പിന്നെ എങ്ങനെയെങ്കിലും കണ്ടാൽ മതി എന്നായി, രമ്യതയിൽ ആയാൽ മതി എന്നായി. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. എന്താ ചേച്ചി കൗൺസിലിംഗില് പ്രധാനപ്പെട്ട ആളാണ്. ചേച്ചി ഒരുപാട് പേരെ സഹായിക്കുന്ന ആളാണ്. തന്നെ ആദ്യമേ കൗൺസിൽ ചെയ്തു, എന്നിട്ട് നന്നായില്ല ചേച്ചി. ആ പാവം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഷൈൻ എന്ന് പറയുന്ന കുട്ടിയെ താനങ്ങടെ എഴുന്നേറ്റ് പോണു. ഏത് എന്നെ ഞാൻ കാരണമാണോ തലവേദന? ലൈറ്റിന്റെ പ്രശ്നം. വിഷമം ഉണ്ടായ എന്തേലും പറഞ്ഞു? അപ്പൊ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും ആലോചിച്ചു. എത്ര വലിയ ലൈറ്റ് ആണല്ലേ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചിന്. എന്നിട്ട് എങ്ങനെയാ പരിഹരിക്കുക ഷൈനെ? പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെ. അവൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആദ്യത്തെ 2 ദിവസം ആ ദേഷ്യമൊക്കെ ഉണ്ടാവും. പിന്നെ കാണാതെ ഇരിക്കുമ്പോ ആ ദേഷ്യമൊക്കെ കൊണ്ട് പോകും. പിന്നെ മനപ്രയാസ, പിന്നെ എങ്ങനെയെങ്കിലും കണ്ടാൽ മതി, മിണ്ടായി മതി, ഒത്തുകൂടിയാ മതി എന്നായി. മാക്സിമം എത്ര തല്ലുകൂടിയാണ്, എത്ര ദേഷ്യം വന്നാലും കുറച്ച് കഴിഞ്ഞാൽ വിഷമം കൊണ്ട് വരും. ആ വിഷമത്തിൽ തകർന്നു പോകും രണ്ടുപേരും. പിന്നെ അത് മാനേജ് ചെയ്യും. പിന്നെ വീണ്ടും അടി ഉണ്ടാവും, വീണ്ടും ഒന്നിക്കും. അടി ഉണ്ടാവാതെ ഇത് മുന്നോട്ട് പോകില്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം അല്ലേ? ഒരാഴ്ചയിൽ 3 അടി. നല്ല കിഴക്ക് കൊള്ളാത്തോണ്ട് ആ കൊച്ചിന്റെ മുഖത്തോട്ടൊന്നും നോക്കണ്ട, അത് പാവ. ഷൈന് ചില സമയത്ത് നല്ല 2 വഴക്ക് കിട്ടാൻ. എന്റെ സ്വഭാവം ദൂഷ്യം കൊണ്ടായിരിക്കാം അതൊക്കെ. ദേഷ്യമാണോ പ്രശ്നം? എനിക്ക് ദേഷ്യം വരും പെട്ടെന്ന്. ഞാൻ ദേഷ്യം വന്ന പെട്ടെന്ന് ഒച്ചത്തിൽ സംസാരിക്കും. അത് പക്ഷെ ഞാൻ എന്റെ മമ്മീനോട് ചോദിച്ചു, ഞാൻ ദേഷ്യം വരുമ്പോ ഒച്ചത്തിൽ സംസാരിക്കുന്നതാണല്ലേ പ്രശ്നം? അത് ഭയങ്കര പ്രശ്നം തന്നെയാ. ഒരാൾക്ക് ഇൻസൾട്ട് ആയിട്ട് തോന്നുന്നു. എല്ലാവർക്കും അത് ഉൾക്കൊള്ളണം എന്നില്ല. പക്ഷെ ഈ വ്യക്തി തന്നെ മറ്റൊരു വ്യക്തിയോട് പറയും, ഷൈൻ ചേട്ടന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയില്ല. പക്ഷെ എന്നാലും സ്വന്തമായിട്ട് കേൾക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒച്ചത്തിൽ സംസാരിക്കുന്നത് ഒരാൾക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആണ്. ഞാനാണെങ്കിൽ ഒച്ചത്തിൽ പറഞ്ഞും പോകും. അന്ന് നമ്മൾ വഴക്കൂടുമ്പോ തന്നെ കേട്ടില്ലേ? അല്ല, അത് ശരിക്കുള്ള വഴക്കായിരുന്നാ? അല്ല, തർക്കം. തർക്കം. ഞാനിപ്പോ അവളായിട്ട് തർക്കിക്കുമ്പോൾ ആശയപരമായിട്ടുള്ള തർക്കമാണ്. പക്ഷെ അത് റിലേറ്റഡ് ആവുമ്പോ, ഞങ്ങള് റിലേഷനിലാവുമ്പോ അത് കുറച്ചും കൂടി കൂടും ആ തർക്കം. നമ്മളൊന്നും തർക്കിച്ച പോലെ ആയിരിക്കില്ല. ചേച്ചി, ലിറ്റിൽ ഹാർട്സിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാബുരാജ് പറയുന്നുണ്ടായിരുന്നു, സാന്ദ്ര 2 തറവാടും കൂടെ വിൽക്കാനുണ്ട്, പടം ഇനിയും എടുക്കും എന്നൊക്കെ പറയുമ്പോഴും ഇതിനകത്തൊരു ചെറിയ സംഗതി എന്ന് വെച്ചാൽ GCC രാജ്യങ്ങളിൽ കാണിക്കാൻ പറ്റാതാവുമ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഡ്രോബാക്ക് വന്നിട്ടില്ലേ ചേച്ചി അതിനകത്ത്? അതെങ്ങനെയാണ്? അല്ല, എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ അതിനകത്ത് അങ്ങനെ ഒരു മനുഷ്യരുടെ കഥയാണല്ലോ പറയുന്നത്. ഇതിനകത്ത് നമ്മളുടെ മതങ്ങൾ വന്നിട്ട് ഭയങ്കര ഈ അതിർവരമ്പുകൾ ഉണ്ടാക്കുന്നത് ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്.
സാന്ദ്ര ഒരു 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 സിനിമ ചെയ്തു. അതിനെന്താണ് മനുഷ്യരുടെ കഥ പറയുമ്പോൾ മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ആൾക്കാർക്ക് കാണാം. അത് ഒരു മതത്തിനും തടസ്സമല്ല. അപ്പോൾ GCC രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നൊന്നും പറയാൻ എനിക്കുള്ള ആ നിയമ പരിജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷെ സിനിമ ആൾക്കാർ ഒരു വ്യത്യസ്തമായ സിനിമയാണ്, അത് വന്ന് കാണണം. അത് എൻ്റെ കാണാതെ തന്നെ ഇത് എൻ്റെ മതത്തിന് ചേരാത്തതാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാണാൻ അനുവദിക്കുന്നത് കൊണ്ടൊന്നുമില്ല. ഇത് പണ്ട് ഗാന്ധിജിയൊക്കെ പറഞ്ഞില്ലേ, മനസ്സെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ആയിരിക്കണം. എല്ലാം കാണാനും കേൾക്കാനും നമുക്ക് സാധിച്ചിട്ട് വേണം നമ്മുടെ തിരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ. അല്ലാതെ കാണിക്കാതെ അടച്ചു വെച്ചിട്ടല്ല നമ്മളെ നല്ലതാക്കുന്നത്. ഇപ്പം ചിലർ പറയും ഞാൻ ജീവിതത്തിൽ അടക്കവും ഒതുക്കവുമുള്ള നല്ല കുട്ടിയാണ് എന്ന് വെച്ചാൽ രാവിലെ അമ്പലക്കുളത്തെ വീട് എന്ന് പറഞ്ഞാൽ പിന്നെ നല്ലതാണോ ഇല്ലയോ എന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൂടെയും എല്ലാ തരം കാഴ്ചകളും എല്ലാം കണ്ടിട്ടും നമ്മളുടെ തിരഞ്ഞെടുപ്പാണെങ്കിൽ മാത്രമേ നമുക്ക് മൊറാലിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. മൊറാലിറ്റിയെക്കുറിച്ച്, സദാചാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഒന്നും അറിയാതെ വളർത്തിക്കഴിഞ്ഞാൽ അത് സദാചാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എത്രയോ ആൾക്കാർ വീട്ടിലൊരു മുഖവും പുറത്ത് വേറൊരു മുഖവുമായിട്ട് ജീവിക്കുന്നുണ്ട്. അച്ഛനും അമ്മയുടെ വിചാരം ഭയങ്കര നല്ല കുട്ടിയാണ്, പക്ഷെ അവർക്ക് വേറെ തന്നെ ഒരു മുഖമുണ്ട്. അല്ല എനിക്ക് അതേപോലെ തോന്നിയ എന്നെ വീണ്ടും കുറ്റം ഷൈൻ്റെ അമ്മയ്ക്ക് ഷൈൻ്റെ അറിഞ്ഞൂടെ? നല്ലപോലെ അറിയാം. അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് ആൾക്കാരുടെ അല്ല, ഞാൻ നിങ്ങളുടെ രണ്ടുപേരും ഞാൻ പൊതുവെ പെൺകുട്ടികളെ കുറിച്ചും ആൺകുട്ടികളെ കുറിച്ചും പറഞ്ഞു. ഇവര് നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ അയ്യോ എൻ്റെ മോളിങ്ങനെ അങ്ങനെയല്ല, അവർക്ക് വേറൊരു മുഖമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നിട്ടല്ല നല്ലതാക്കി വളർത്തി എന്ന് പറയുന്നത്. എല്ലാം കണ്ടു കഴിഞ്ഞാലും നമ്മളുടെ തിരഞ്ഞെടുപ്പ്, കാരണം നമ്മുടെ മനുഷ്യന് മനസ്സിൽ പ്ലഷർ അനുഭവിക്കാനുള്ള ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വാഞ്ച ഉള്ളിലുണ്ട്. അപ്പം അത് കണ്ടിട്ടും നമുക്കത് വേണ്ട എന്ന് തോന്നുന്നിടത്താണ് നമ്മൾ മെച്ചുവേർഡ് ആവുന്നത്. ആ മെച്യൂരിറ്റി നമുക്ക് വരികയാണ് ചെയ്യുന്നത്, അടിച്ചേൽപ്പിക്കാൻ ഒക്കില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്നത് ജനിക്കുമ്പോഴേ ശ്രീബുദ്ധനായിട്ട് ജനിക്കണം, ജനിക്കുമ്പോഴേ ശ്രീരാമനായിട്ട് ജനിക്കണം, ജനിക്കുമ്പോഴേ അത്രയും പ്യോറായിട്ട് ജനിക്കണം എന്നല്ല. നമ്മൾ പിന്നെ ഈ പറയുന്ന പോലെ നമ്മളുടെ ഉള്ളിൽ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി പറയുന്നത് നമ്മൾ പാപികളെ എന്നാണ് വിളിക്കുന്നത്. വെച്ചാൽ പാപം ചെയ്യാനുള്ള വാസന നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നമ്മളിൽ നിന്നത് വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പൂട്ടിയിട്ട് വളർത്തിയിട്ട് ഇവർ നല്ലതെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കുറേ കാര്യങ്ങൾ കാണിക്കാതിരുന്നുകൊണ്ടോ കണ്ണടയ്ക്കെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ഓർത്തു പോകുന്ന ഒരു സിനിമ ഷൊക്കലാത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ട്. ജോണി ഡെപ്പൊക്കെ അഭിനയിച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ സിനിമയാണ്. അതിനകത്ത് ഈ നോർത്തേൺ വിൻസ് വരുമ്പോൾ ഭയങ്കര ചോക്ലേറ്റ്, അന്ന് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയുടെയും അവരുടെ കുഞ്ഞിനെയും കഥയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ഗ്രാമമാണ്, അവിടെ ചോക്ലേറ്റ് പാപമാണ്, മധുരം കഴിക്കാൻ പാടില്ല, അത് പള്ളിക്കെതിരാണ്. അപ്പോൾ അതിനകത്ത് ഒരു അച്ഛനുണ്ട്, അദ്ദേഹം സിനിമ കാണിക്കും അവിടെ. അപ്പം സിനിമ കാണിക്കുമ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് മണിയടിക്കും. ഷോക്ലാത്ത്. അപ്പൊ ഇങ്ങനെ ഉമ്മ വയ്ക്കുന്ന സീക്വൻസ് ഒക്കെ ക്ലിങ് എന്ന് പറഞ്ഞാലൊരു മണി അടിക്കും. അപ്പൊ അത് അങ്ങനെ കട്ട് ചെയ്ത് ആ സിനിമയാണ് നാട്ടുകാരെ കാണിക്കുന്നത്. പക്ഷെ ഷോക്കലാത്തിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ആ ഗ്രാമത്തിൽ കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ എഡിറ്റഡ് ആണ്. സിനിമ പാരഡൈസിൽ അങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ഈ സിനിമയിലും അങ്ങനെ ഉണ്ട്. അപ്പൊ ഈ സിനിമയിൽ എല്ലാം ഈ പെൺകുട്ടി വിൽക്കുന്നത് ചോക്ലേറ്റ് ആണ്, പക്ഷെ അവർക്ക് കഴിക്കാൻ അവിടുത്തെ നാട്ടുകാർക്ക് അനുവാദമില്ല. ബിക്കോസ് ഇത് ചെകുത്താന്റെ ഇതാണ്, അങ്ങനെ മധുരം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്യൂരിറ്റൻ വിക്ടോറിയൻ ഇറയിൽ പെട്ട് അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് നിന്നില്ലല്ലോ ലോകം. അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അതെ. എനിക്കൊരു കാര്യം കൂടി ചോദിക്കാം, ഈ ഇന്റർവ്യൂസ് ബോറടിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യാന്ന് തീരുമാനിക്കണേ? ഒരു എന്റർടൈൻമെന്റ് ആക്കുന്നത് നമ്മളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ടാ, സ്വയം ബോറടിക്കാതിരിക്കാൻ. നമ്മള് ഭയങ്കര അടങ്ങി ഒതുങ്ങി ഇന്റർവ്യൂ കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണല്ലോ നമ്മൾ വന്നത്. അതെ. അപ്പൊ അത് നമ്മൾ തന്നെ ചെയ്തിട്ട് കുറെ സാച്ചുറേറ്റഡ് ആയി. ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ഓപ്പൺ ആയിട്ട് കൊടുത്തത്. ഇപ്പൊ ഓപ്പൺ ആയി കൊടുത്തത് അത് തന്നെ ഒരു സാച്ചുറേഷൻ വന്നു. അപ്പൊ ഇനി അടുത്ത സ്ട്രാറ്റജി എന്താണ്? അടങ്ങി ഒതുങ്ങി ഇന്റർവ്യൂ കൊടുക്കാൻ. അല്ല, പണ്ട് ഞാനും ഷൈനും കൂടെ ഇരിക്കുന്ന സമയത്ത് മര്യാദക്ക് ഇരുന്ന് ചോദ്യം ചെയ്യിക്കണം. ആ മറ്റേ പക്ഷെ അതിനേക്കാൾ കൂടുതൽ അടക്കൊതുക്കം ഇല്ലാത്ത ഇന്റർവ്യൂ അല്ല കണ്ടിട്ടുള്ള ആളുകൾ. ഷൈൻ എങ്ങനെ ഇരിക്കാനും പറ്റും. ഞാൻ ഒരു സിനിമ അഭിനയിക്കാൻ പോയിട്ടുണ്ട് ഷൈൻ്റെ കൂടെ പണ്ട്. അവിടെ ചില കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പ്രാന്ത്, ഒരു കാര്യവും ലോജിക്കില്ല. നമുക്ക് ഞങ്ങളെപ്പോലെ ഇതെന്ത് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷൈനെ ഇതെങ്ങനെയാ എന്ത് ഷൈനെ അപ്പൊ ഇതെങ്ങനെ ഷൈനെ അഭിനയിക്കാൻ ഷൈനെ ഇങ്ങനെ ഒന്നും പറയാതെ ഇങ്ങനെ അഭിനയിക്കും. നമ്മളെ ടേക്ക് എന്ന് പറയുമ്പോൾ അഭിനയിക്കണം. അപ്പൊ നമുക്ക് ഇത് ലോജിക്കില്ലെന്ന് തോന്നില്ലേ?
തോന്നിട്ട് എന്താ അഭിനയിച്ചിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി എടുത്ത്. ചിലത് തിരുത്താം. തെറ്റാണെന്ന് മനസ്സിലാവുന്നിടത്തല്ല തിരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അന്തം വിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് ചേച്ചിയോട് സീൻ പറയാ. ഏറ്റവും ഭയങ്കര കാര്യം എന്ന് വെച്ചാൽ ആ സിനിമയില് എന്റെ അടുത്ത് പറഞ്ഞു ഹും എന്നാക്കണം ചേച്ചി ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്കിട്ടൊന്ന് പോണം. ഹുമ്മാക്കുന്ന എന്തിനാ? അത് ഹുമ്മെന്നാക്കിയാ മതി. ഞാൻ ചോദിച്ചാൽ എന്തിനാ ഹുമ്മാക്കുന്നേ? അത് ഹുമ്മെന്നാക്കിയാ മതി. എനിക്ക് ഇപ്പോഴും പറഞ്ഞൂടാ ഞാൻ എന്തിനാ ഹുമ്മെന്നാക്കിയിട്ട് പോണം. ചേച്ചി എന്നിട്ട് അത് സാറ്റലൈറ്റ് ആക്കിയോ അതേ ഹുമ്മെന്നാക്കിയോ? ഞാനെന്തോ ആക്കി, എനിക്കതിനോടാക്കിയെന്ന് എനിക്കത് കാര്യകാരണങ്ങൾ അറിയാതെ എനിക്ക് അങ്ങനെ ജസ്റ്റേഴ്സ് ഒന്നും എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് ഇങ്ങനെ നിങ്ങളിങ്ങനെ കൈയെടുക്കും. ഒരു കുൽസിത ചോദ്യം കൂടെ, ഏതായിരുന്നു പടം? നമ്മൾ ഒരു സിനിമ ആക്ഷേപിക്കാൻ വേണ്ട, അതൊരു പ്രൊഡ്യൂസർ അതിന്റെ പിന്നിലുള്ളതാണ്. അതാണ് ഞങ്ങൾ അനുഭവം അത് എഡിറ്റേഴ്സ് ഒക്കെ വൃത്തിയാക്കി എഡിറ്റ് ചെയ്തൊക്കെ സിനിമയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. ചേച്ചി ഒരു പുതിയ സിനിമയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല ക്യാരക്ടർ ചെയ്തു എന്ന് ചേച്ചി പറഞ്ഞത്. ഏതായിരുന്നു പടം? മുറ. എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ്. മുസ്തഫ ഇല്ലേ നമ്മുടെ കപ്പേല ഡയറക്ടർ, മുസ്തഫയുടെ പടമാണ്. ഗംഭീര വർക്കാ. എന്റെ ക്യാരക്ടർ അല്ല, സിനിമ പൊളിക്കും. ഒരു ഹിന്ദി പടത്തില്, ഹിന്ദി മലയാളമാണോ അത്? വിക്കിയിൽ കണ്ടു. ഹിന്ദി മലയാളമാണോ പടം? ഒരു പാരഡൈസോ എന്നോ മറ്റോ പറഞ്ഞ പേര് വരുന്ന മലയാള പടം തന്നെ. മലയാളമാണ് അത്. നമ്മുടെ അടിത്തട്ടില്ലേ, അടിത്തട്ടിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആ പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന്റെ ഡയറക്ടറും അടിത്തട്ടിന്റെ ഡയറക്ടർ ജിജു ആന്റണി അവരാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പാരഡൈസ് സർക്കസ്. അതിനകത്ത് നമ്മൾ ഒരു സർക്കസ് കൂടാരത്തിൽ പോയി ഷൂട്ട് ചെയ്ത പടാ. ഹിന്ദി ഭാഷയുണ്ടോ? പിന്നെ എന്താ വിക്കിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഹിന്ദി. നമ്മള് പുറമെ നോർത്തിൽ പോയിട്ടാണ് ആ സർക്കസ് കൂടാരം. ആ നോർത്തിലാണ് സർക്കസ് കൂടാരം. അവിടെ അച്ഛനെ കാണാൻ പോകുന്ന ഒരു മകന്റെ കഥയാണ്. സർക്കസിൽ വർക്ക് ചെയ്യുന്ന ഒരു അച്ഛനെ കാണാനായിട്ട്. അതുകൊണ്ട് ഹിന്ദി സംഭാഷണങ്ങളുണ്ട് കുറച്ചത്. അവസാനമായിട്ട് ഈ മനസ്സിൽ ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു പോകുന്നെങ്കിലും മനസ്സിലൊരു ക്യാരക്ടറിനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമല്ലോ? അങ്ങനെയില്ല, മനസ്സിൽ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുള്ളൂ. ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ള ഒരു ആക്ടറും ആഗ്രഹിക്കുന്നില്ല. ഒരു വമ്പൻ പടം അങ്ങനെയില്ല അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും. അല്ല, ഈ ഇപ്പോ നായക റോളിൽ പ്രത്യേക ഒരു ക്യാരക്ടർ ചെയ്യണം ഒരിക്കലും ആഗ്രഹിക്കില്ല ഒരു ആക്ടർ. ഒരുപാട് ക്യാരക്ടർ ചെയ്യണം. പക്ഷെ അല്ല, ബിസിനസ് ആക്കുമ്പോ ഒരു ബിസിനസ് ആണല്ലോ ഇത്. അപ്പം മുമ്പിൽ നിന്ന് അയക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഇല്ലേ? അത് ഈ പറഞ്ഞ പടങ്ങളൊക്കെ അവരാണ് തെരഞ്ഞെടുക്കുന്നത്, ഞാൻ തെരഞ്ഞെടുക്കുന്നതല്ല. അപ്പൊ അങ്ങനെ അവര് തെരഞ്ഞെടുക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് നായകനാക്കണമെങ്കിൽ നായകനാകട്ടെ. ക്യാരക്ടേഴ്സ് ആണ്. ആക്ടറിനെ സംബന്ധിച്ച് ഇതെല്ലാം ക്യാരക്ടേഴ്സാണ്. അല്ലാതെ നായകനും നായികയും വില്ലനും ഇല്ലേ പടത്തില്. ഓൺലി ക്യാരക്ടേഴ്സ് മാത്രമേ. അത്തരത്തിൽ തന്നെ ആക്ടിങ് എല്ലാ കാലത്തിലും തുടരും. അപ്പോൾ അങ്ങനെ പോട്ടെ. ലിറ്റിൽ ഹാർട്സ് കുറെ കൂടെ ആൾക്കാരൊക്കെ കാണട്ടെ. തിയേറ്ററിൽ വന്ന് കാണട്ടെ. അതെ, തിയേറ്ററിൽ കാണണം. കാരണം ഒരു കുഞ്ഞു ഹൃദയം ഉള്ള ഒരു സിനിമയാണ്. കുഞ്ഞു ഹൃദയം എന്ന് പറയുമ്പോൾ വലിയ ഹൃദയമുള്ള. അതെ, വലിയ പടമാണ് അത്. വലിയ ഹൃദയമുള്ള. വളരെ പാടാണ് ചിരിപ്പിക്കാൻ. അതെ അതെ അതെ. ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോഴും ചിരിപ്പിച്ച് നിർത്താൻ ഭയങ്കര പാടാ. അതെ, ശരിക്കും നമ്മളെ സോൾട്ട് ആൻഡ് പേപ്പറിന് ശേഷം ബാബുരാജേട്ടന് ഭയങ്കര രസമായിട്ട് തോന്നി. ഭയങ്കര രസമുണ്ട്, ഭയങ്കര രസം. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ എത്ര ദിവസം രാത്രി ഉറക്കൊഴിച്ചിരുന്ന് ഷൂട്ട് ചെയ്യുമ്പോ അത് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും കാണുമ്പോ എന്ത് രസമാണ്. അതെ, ഞങ്ങൾ ഫുള്ളായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. എത്ര ദിവസം നേരം വെളുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അല്ല, അതാണെങ്കിൽ ഷെയ്ന് പനിയൊക്കെ ആയിരുന്നു ചെയ്യുമ്പോൾ, നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ സോൾട്ട് ആൻഡ് പേപ്പർ, ജോജി, ലിറ്റിൽ ഹേർട്സ് എന്നൊക്കെ പറഞ്ഞ് ബാബുരാജേട്ടന്റെ കഥാപാത്രങ്ങളെ നമുക്ക് ഏറ്റവും ചെറിയ ഹൃദയമുള്ള മനുഷ്യൻ. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? ശരിക്കും ഏറ്റവും ചെറിയ ഹൃദയം. ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് പോത്തൊക്കെ തേച്ചിട്ട് റീലൊക്കെ ചെയ്ത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റിയാക്ഷൻസ് ഒക്കെ. പിന്നെ ഷെയ്നും അതെ, മഹിമ അതെ, എല്ലാവരും അതെ. എനിക്ക് രമ്യ സുബി, എനിക്ക് ആ മോളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രാർത്ഥന. പാർവതിയുടെ അനിയത്തിയാണ്. അയാൾ ആ സർബത്ത്, ഇവർ രണ്ടുപേരും കൂടെ സർബത്ത് കുടിക്കാൻ വേണ്ടി കടയിൽ കയറുമ്പോൾ അയാൾ ആണ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ആ ക്യാരക്ടറിന്റെ ബോൾഡ്നെസ്സും, കാരണം അച്ഛനാണ്, പക്ഷെ മീൻസ് അതേപോലെ വരേണ്ട ഒരാളാണ്. അപ്പൊ ക്യാരക്ടർ ലീഡ് ചെയ്തിട്ട് സർബത്ത് പറഞ്ഞിട്ട് ഇയാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പൊ ഇയാൾ നിൽക്കുന്ന ഒരു നല്ല രസമുണ്ട്. എല്ലാരും നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. 2 ഡയറക്ടേഴ്സിന്റെ കൂടെ ഡിബിലിന്റെ കൂടെ പേര് പറയണം. അസോസിയേറ്റ് ആയിട്ട് ഡിബിൽ ഉണ്ടായിരുന്നു. 3 പേരും. എനിക്ക് ഡിബില് ഗോദയിലും ഉണ്ടായിരുന്നതാണ്. ഒരു 3 ഡയറക്ടേഴ്സും പിന്നെ ലൂക്കും.
നമ്മുടെ സിനിമറ്റോഗ്രാഫറും സൂപ്പറാണ്. കൈലാസ് കൈലാസിന്റെ പേരും എടുത്തു പറയണം, ടെക്നീഷ്യൻസിനെ എല്ലാവരും എടുത്തു പറയണം. ഭയങ്കര നല്ലതായിരുന്നു, നല്ല ടീം വർക്ക് ആയിരുന്നു. പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ല ഷൂട്ട് ചെയ്യാനായിട്ട്, മഴയും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും ആക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഭയങ്കര ഡെഡിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ തീർന്നത്. നല്ല സാന്ദ്ര കുറേ കളർ, ആ ഏലത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്ന ഷോട്ടും ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്രെയിമിങ്ങുമാണ്, നല്ല ലെൻസിങ്ങുമാണ്. എന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്ത് എല്ലാം ഒരു ഇമോഷൻ പോലും ചോരാതെ. എനിക്കൊന്ന് ലൂക്ക് സാനു ജോർജിന്റെ ശിഷ്യനാണ്, ആർക്കറിയാം. ഞാൻ അതിന് മുമ്പ് ലൂക്കിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ചെയ്യുമ്പോൾ.